BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്. പണയം വെക്കുന്നത് സ്വർണമാണ്, അഭിമാനമല്ല. കേരളത്തിൽ 22ഓളം ബ്രാഞ്ചുകളുള്ള ഏക സ്ഥാപനം. കോട്ടയം, എറണാകുളം, ആലപ്പുഴ, ഇടുക്കി. സയൻസ് ഒരു സംഭവമല്ലേ അച്ഛാ? നമുക്ക് റൈറ്റിങ്ങിനായാലും സ്പീക്കിങ്ങിനായാലും നമ്മുടെ അടുത്ത് തന്നെ ഇരുന്ന് അവർ കറക്ഷൻസ് തരും. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. ഫോർ അഡ്മിഷൻസ് കോൾ 7594054282. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു. എല്ലാം ട്രാൻസ്പെറന്റ്, വിശ്വസ്തം. വരൂ, മെയ് 10 മുതൽ 16 വരെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ തൊടുപുഴ ഷോറൂമിൽ നടക്കുന്ന ഈ ഹെറിറ്റേജ് ജ്വല്ലറി ഷോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. The complete door hardware technology with more than 18 international brands. Door Care, Vengalore Bypass, Thodupuzha. കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കോ ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ടൂർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ജേക്കോ ജ്വൽസ്, തൊടുപുഴ. Maharani Wedding Collections, the classic bridal world. ആറ്റ്ലസ് ഷോറൂമുകളിൽ ഇംപെക്സ് മെഗാ ഡിസ്കൗണ്ട് മേള. ഹോട്ട് കിച്ചൺ നിറയ്ക്കാം കൂൾ ഓഫേഴ്സിലൂടെ. അതുകൂടാതെ അറ്റ്ലസിൽ നിന്നും ഇംപെക്സ് കിച്ചൺ അപ്ലയൻസസ് വാങ്ങുമ്പോൾ 60% വരെ ഡിസ്കൗണ്ട്. അടുക്കളയിലേക്ക് ഇനി അധികം വാങ്ങാം ആദായ വിലയിൽ. The institution also offers IELTS coaching and career skills training program to give its students an edge in the job market. St. George College, Maragula. നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പ്രളയത്തിന്റെ പേരിലും ലൈഫ് പദ്ധതിയുടെ പേരിലും സർക്കാരിൽ നിന്ന് ലഭിച്ച വീടുകളിൽ ആൾതാമസമില്ല. പ്രളയക്കെടുതിയിൽ ലഭ്യമായ വീട് 20 ലക്ഷത്തിന് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. പഴയരിക്കണ്ടം സ്വാശ്രയ കർഷക സമിതിയുടെ 14ാമത് വാർഷിക പൊതുയോഗം VFPCK ജില്ലാ മാനേജർ A. സുൾഫിക്കർ ഉദ്ഘാടനം ചെയ്തു. കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസസ് സർവകലാശാലയുടെ സ്ഥാപിത ദിനാഘോഷം വാഗമൺ കോലാഹലമേട് ക്യാമ്പസിൽ 15-ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയും സർവകലാശാല പ്രോ ചാൻസലറുമായ J. ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. ഉൽപാദന ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ പാൽവില വർദ്ധിപ്പിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യം. നിലവിൽ 3 വർഷങ്ങൾക്ക് മുമ്പാണ് പാൽവിലയിൽ വർധനവുണ്ടായത്. അടിമാലി ഗ്രാമപഞ്ചായത്തിൽ അംഗൻവാടികൾക്കുള്ള വിവിധ ഉപകരണങ്ങളുടെ വിതരണം നടന്നു. അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. പ്രളയത്തിന്റെ പേരിലും ലൈഫ് പദ്ധതിയുടെ പേരിലും സർക്കാരിൽ നിന്നും ലഭിച്ച വീടുകളിൽ ആൾതാമസമില്ല. പ്രളയക്കെടുതിയിൽ ലഭ്യമായ വീട് 20 ലക്ഷത്തിന് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. ലിസ്റ്റിൽ കടന്നുകൂടിയ അനർഹരിൽ നിന്നും വീടും സ്ഥലവും തിരിച്ചുപിടിച്ച് ഭവനരഹിതർക്ക് നൽകുവാൻ സർക്കാർ തയ്യാറാകണം. ഒരേക്കർ പട്ടയ സ്ഥലവും വീടുമുള്ളവരും സർക്കാർ വക സ്ഥലവും വീടും കൈപ്പറ്റി. ഇത്തരക്കാരാണ് ഇരട്ടി ലാഭത്തിന് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. 2018 പ്രളയത്തിൽ വീട് നശിക്കുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തവർക്കും വീണ്ടും പ്രളയ സാധ്യത നിലനിൽക്കുന്ന മേഖലകളിൽ താമസിക്കുന്നവർക്കുമാണ് സർക്കാർ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥലവും വാങ്ങി വീടും വെച്ച് നൽകിയത്. കൂടാതെ ലൈഫ് ഭവന പദ്ധതിയിലും ഭൂരഹിതരും ഭവനരഹിതരുമായവർക്കും വീട് വെച്ച് നൽകി. എന്നാൽ ഇതിൽ പല വീടുകളും താമസമില്ലാതെ ഒഴിഞ്ഞു കിടക്കുകയാണ്.
ചിലതാകട്ടെ ഉടമസ്ഥർ വിൽപ്പനയ്ക്ക് ശ്രമിക്കുന്നു. നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയത്തിൽ വീടും കൃഷിയിടവും വളർത്തുമൃഗങ്ങളുമൊക്കെ നഷ്ടമായ അനേകരാണുള്ളത്. ഇവരിൽ ബഹുഭൂരിപക്ഷം പേരെയും സർക്കാർ പുനരധിവസിപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ അനർഹരായവരും ലിസ്റ്റിൽ കടന്നുകൂടി എന്നതാണ് വസ്തുത. ഇപ്പം നമ്മുടെ ഈ അനർഹരായിട്ടുള്ള ഒത്തിരി കെട്ടിടങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് ആൾക്കാർ മേടിച്ചിങ്ങനെ ഉപയോഗശൂന്യമാക്കിയിട്ട് വെറുതെ ഫണ്ട് മുടക്കി. അതുപോലെ തന്നെ വീടില്ലാത്തവർ എത്ര പേരുണ്ട് പഴയ ചെറ്റക്കുടിലുമായിട്ട് കിടക്കുന്നത്. അവരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തേലും തട്ടാമുട്ട് കാര്യങ്ങൾ പറഞ്ഞ് അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഈ സാംസ്കാരിക നില. അപ്പോൾ ഓരോ ഭരണത്തിൽ അവരുടെ ആ കഴിവുകൊണ്ട് ഓരോന്നും മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞേക്ക് ബാക്കി അത് സൂക്ഷിക്കണോ വേണ്ടതെന്നുള്ളത് ഒരു ബാക്കിയുള്ളവരും കൂടെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അതിനകത്തൊരു കറണ്ട് കണക്ഷനില്ല. അതിനെ മുഴുവൻ ഒരു തൊഴിൽ തൃപ്തിപ്പെടുത്തിയാണെങ്കിലും അതൊന്ന് ഭംഗിയാക്കിയിടുവോ, ആ മിറ്റമൊക്കെ ഒന്ന് തെളിക്കുവോ. അതുപോലെ തന്നെ ഒരു കറണ്ട് കണക്ഷനില്ല. അതുപോലെ തന്നെ ഒരു ഗ്രാമസഭ കൂടുന്നിടത്ത് ഒരു ടേബിളില്ല. ഇത് ചുമ്മാ ഇങ്ങനെ കാലിയായിട്ട് കിടക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതിപ്പോൾ ഗവൺമെൻറ് ഇത് എത്രയും പെട്ടെന്ന് ഇതൊന്ന് കാത്തു സൂക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ. വീട് മേടിച്ചുകൊണ്ട് പണിത് വാർത്തെല്ലാം ഇട്ടേച്ച് അതും കാടും കയറി കിടക്കുന്നു. അവരാരും അതിനകത്ത് താമസിക്കുന്നില്ല. എന്നിട്ട് ചെറ്റക്കുടിയിൽ കിടന്ന് താമസിക്കുവാണ് താൻ. വൈസൗകര്യം നോക്കി ഇങ്ങനെ അങ്ങോട്ട് താമസിക്കുക. ആ പണ്ടൊക്കെ വേറെ പാവപ്പെട്ടവർക്ക് കൊടുത്തെങ്കിൽ അവരൊക്കെ നല്ല ഭംഗിയായിട്ട് ജീവിക്കാൻ. ആ പ്രളയത്തിൽ പോയവർക്കും അവർക്കൊക്കെ എന്തോരം വീടുകളാണ് കിട്ടാനുള്ളത്. ഇത് ഉപയോഗശൂന്യമായിട്ട് ഇങ്ങനെ കിടന്ന് നശിച്ചുകൊണ്ടിരിക്കുക. സർക്കാരിൽ നിന്ന് 6 ലക്ഷം രൂപ സ്ഥലം വാങ്ങുന്നതിനും 4 ലക്ഷം രൂപ വീട് വയ്ക്കുന്നതിനും ഒപ്പം 100 തൊഴിൽ ദിനങ്ങൾ കൈപ്പറ്റി വീട് നിർമ്മാണം പൂർത്തിയാക്കിയിട്ട് ഒരിക്കൽ പോലും ഇവിടെ താമസിക്കാതെ 20 ലക്ഷം രൂപയ്ക്ക് വീട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നവരുമുണ്ട്. ഇത്തരക്കാരുടെ വീടുകൾ സർക്കാർ ഏറ്റെടുത്ത് അർഹരായവർക്ക് നൽകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കലൂർ ഐപ്പ് മെമ്മോറിയൽ ഹൈസ്കൂളിൽ പേവിഷബാധയ്ക്കെതിരെ ബോധവൽക്കരണ പരിപാടി നടത്തി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ശ്രീജാമോൾ പദ്ധതി വിശദീകരണം നടത്തി. ഹെഡ്മാസ്റ്റർ ഷാബു കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. കലൂർ ഐപ്പ് മെമ്മോറിയൽ ഹൈസ്കൂളിൽ പേവിഷബാധയ്ക്കെതിരെ ബോധവൽക്കരണ പരിപാടി നടത്തി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ശ്രീജാമോൾ പദ്ധതി വിശദീകരണം നടത്തി. പകരം ഒഴുകുന്ന വെള്ളത്തിൽ ചുമ്മാ കൈയോ കാലോ എവിടെയാണ് വെച്ചാൽ കാണിച്ചു കൊടുക്കുക. എന്നിട്ട് സോപ്പിട്ട് പതുക്കെ 15 മിനിറ്റ് വാഷ് ചെയ്യുന്നതോടുകൂടെ ഈ രോഗാണുവിന്റെ മൾട്ടിപ്ലിക്കേഷൻ പെരുകം തടയും, മസ്തിഷ്കത്തിലേക്കുള്ള വ്യാപനവും തടയും. അപ്പൊ ഒരു 10 മണിക്കൂർ സമയം നമുക്ക് കിട്ടും. ഇത് എവിടെ വരെ നമുക്ക് പോയിട്ടാണെങ്കിലും ഈ വാക്സിൻ ലഭ്യമായ സ്ഥലത്ത് നിന്ന് അത് എടുത്ത് ഉപയോഗിക്കാനായിട്ട്. ഹെഡ്മാസ്റ്റർ ഷാബു കുര്യാക്കോസ് അധ്യക്ഷനായി. സ്കൂൾ ഹെൽത്ത് ക്ലബ് കോർഡിനേറ്റർ സ്മിത ലിജു ക്ലാസ് നയിച്ചു. RBSK ഓഫീസർ സോണിയ സെബാസ്റ്റ്യൻ പേവിഷബാധയ്ക്കെതിരെയുള്ള പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അധ്യാപകരായ സാജൻ ജോസഫ് ജെയ്സൺ, സജി ചെറിയാൻ, അഷ്ബിൻ മാത്യു, നൈസി മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കലൂർ. പഴയരിക്കണ്ടം സ്വാശ്രയ കർഷക സമിതിയുടെ 14ാമത് വാർഷിക പൊതുയോഗം നടന്നു. പഴയരിക്കണ്ടം സ്വാശ്രയ കർഷക സമിതി ഹാളിൽ നടന്ന യോഗം VFPCK ജില്ലാ മാനേജർ A സുൾഫിക്കർ ഉദ്ഘാടനം ചെയ്തു. പഴയരിക്കണ്ടത്ത് പ്രവർത്തിക്കുന്ന വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ 14ാമത് വാർഷിക പൊതുയോഗമാണ് നടന്നത്. കർഷക സമിതി പ്രസിഡന്റ് അജയൻ VA അധ്യക്ഷത വഹിച്ചു. VFPCK ഇടുക്കി ജില്ലാ മാനേജർ സുൾഫിക്കർ A യോഗം ഉദ്ഘാടനം ചെയ്തു. കർഷകരാണ് സമിതിയുടെ നട്ടല് എന്ന് നമ്മൾ ഉറപ്പിച്ച് മനസ്സിലാക്കി. ഭാരവാഹിയിൽ നിൽക്കുന്ന ഒരാളുടെ പ്രവൃത്തി കൊണ്ട് ക്ഷീണിക്കുന്നതല്ല സമിതി. ഒരു സ്വാസ്ഥ്യ സംഘത്തിലെ 1-2 പേർ വിചാരിച്ചാൽ തളർക്കുന്നതല്ല സമിതി. ഈ ഫിസിക്കൽ 25 വർഷത്തെ ചരിത്രത്തിലെ ഓരോ സന്ദർഭത്തിലും ഇതുപോലുള്ള ധാരാളം പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഓരോ പ്രദേശത്തും സ്വാശ്രയ സമിതികൾ വളർന്നിട്ടുള്ളത്. ചില സന്ദർഭങ്ങളിൽ കച്ചവടക്കാരുടെ ഭാഗത്തുനിന്നുള്ള എതിർപ്പുകളായിരിക്കും. ചില സന്ദർഭങ്ങളിൽ സമിതിയിലെ മികച്ച കർഷകരായിട്ട് അംഗീകരിക്കപ്പെട്ട കർഷകരുടെ പിന്നീടുള്ള ചരിത്ര പ്രവർത്തനങ്ങൾ, ചില സന്ദർഭങ്ങളിൽ മുൻ പ്രസിഡന്റുമാരായി നിന്നിട്ട് സമാന്തരങ്ങൾ നടത്തുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ പല കോണുകളിൽ നിന്നുള്ള എതിർപ്പുകളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് VFPCയുടെ സ്വാശ്രയ സമിതി വളർന്നിട്ടുള്ളത്. VFPCK ഡെപ്യൂട്ടി മാനേജർ ഗ്ലാസ്റ്റൺ SS മുഖ്യപ്രഭാഷണം നടത്തി. സമിതി സെക്രട്ടറി ജോസി സനോജ് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. മികച്ച കർഷകരെയും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ചടങ്ങിൽ ആദരിച്ചു. സന്തോഷ് KR, സിബിച്ചൻ മനക്കൽ, വാവച്ചൻ പെരുവിലിങ്ങാട്ട് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയരിക്കണ്ടം. കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസസ് സർവകലാശാലയുടെ 14ാം സ്ഥാപിത ദിനാഘോഷം
ഇടുക്കി വാഗമൺ കോലാഹലമേട് ക്യാമ്പസിൽ 15-ന് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ മൃഗപരിപാലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെയും കർഷകരുടെയും ഉന്നമനത്തിന് ഉതകുന്ന 14 പദ്ധതികൾ നാടിന് സമർപ്പിക്കും. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയും സർവകലാശാല പ്രോ ചാൻസലറുമായ ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിക്കും. പീരുമേട് MLA വാടൂർ സോമൻ അധ്യക്ഷത വഹിക്കും. വയനാട് പൂക്കോട് ആസ്ഥാനമായ കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസസ് സർവകലാശാലയുടെ 14ാം സ്ഥാപിത ദിനം നിറവ് അറ്റ് 14 എന്ന പേരിൽ ഇടുക്കി വാഗമൺ കോലാഹലമേട് ക്യാമ്പസിൽ വെച്ച് 15-ന് രാവിലെ 9:30 മുതൽ ആഘോഷിക്കും. ചടങ്ങിന്റെ ഉദ്ഘാടനം മൃഗസംരക്ഷണ, ക്ഷീരവികസന, ക്ഷീര സഹകരണ, മൃഗശാല വകുപ്പ് മന്ത്രിയും സർവകലാശാല പ്രോ ചാൻസലറുമായ ജെ ചിഞ്ചുറാണി നിർവഹിക്കും. ഇതോടൊപ്പം കർഷക സെമിനാർ, കിസാൻ മേള, കോലാഹലമേട് ക്യാമ്പസിൽ പുതുതായി ആരംഭിക്കുന്ന വിവിധ വിദ്യാഭ്യാസ, ഫാം, വിജ്ഞാന, വ്യാപന യൂണിറ്റുകൾ എന്നിവയും ഉദ്ഘാടനം ചെയ്യും. കൂടാതെ മൃഗപരിപാലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെയും കർഷകരുടെയും ഉന്നമനത്തിനുതകുന്ന 14 പദ്ധതികളും മന്ത്രി നാടിന് സമർപ്പിക്കും. പീരുമേട് MLA വാഴൂർ സോമൻ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസസ് സർവകലാശാല ഭരണസമിതി അംഗങ്ങളും സാമൂഹിക, സാംസ്കാരിക, ശാസ്ത്ര രംഗങ്ങളിലെ വിശിഷ്ട വ്യക്തികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കും. ഫാമിൻ്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടം KLD ബോർഡിന് കൈമാറേണ്ട ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഫാമിനൊരു പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിക്കണമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് സംസ്ഥാന പദ്ധതി വിഹിതം ഉപയോഗിച്ച് ഏകദേശം 1 കോടി രൂപയോളം ചെലവഴിച്ച് 4000 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു പുതിയ ഓഫീസ് കെട്ടിടം, അതോടൊപ്പം തന്നെ പരിശീലന ഹാള്, ലൈബ്രറി തുടങ്ങിയ സൗകര്യങ്ങൾ കൂടി പണി കഴിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനമാണ് മെയിനായിട്ടുള്ളത്. ഇത് കൂടാതെ ഫാമിൽ തന്നെ പ്രായോഗിക പരിശീലനം നേടുന്നതിന് വേണ്ടി ഫാമിൽ തന്നെ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലന ഹാളും ഒരു കോൺഫറൻസ് റൂമും ഫാമിലും സജ്ജമാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടി ഉദ്ഘാടനമുണ്ട്. പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഗോബർധൻ പദ്ധതി പ്രകാരം നടപ്പിലാക്കിയ ഒരു 25 മെഗാ മീറ്റർ ക്യൂബ് കപ്പാസിറ്റിയുള്ള ഒരു മെഗാ ബയോഗ്യാസ് പ്ലാന്റ്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ KVASU ഡയറക്ടർ ഓഫ് എന്റർപ്രണർഷിപ്പ് ഡോക്ടർ TS രാജീവ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് അസ്ലം MK, കോലാഹലമേട് കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി സ്പെഷ്യൽ ഓഫീസർ ആശ ആഷിഖ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഉൽപാദന ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ പാൽവില വർദ്ധിപ്പിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യം. നിലവിൽ 3 വർഷങ്ങൾക്ക് മുമ്പാണ് പാൽവിലയിൽ വർധനവ് വരുത്തിയത്. കാലിത്തീറ്റയുടെ ഉൾപ്പെടെ വില വർദ്ധിക്കുകയും പരിപാലന ചെലവ് വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പാൽവിലയിൽ വർധനവ് വരുത്താൻ ഇടപെടൽ വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. പാൽവില വർദ്ധിപ്പിച്ച് ക്ഷീരമേഖലയെ രക്ഷിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. നിലവിൽ 3 വർഷങ്ങൾക്ക് മുമ്പാണ് പാൽവിലയിൽ വർധനവ് വരുത്തിയത്. ഈ വിലയിൽ ക്ഷീരമേഖല മുമ്പോട്ട് കൊണ്ടുപോകാനാകില്ലെന്നാണ് ക്ഷീരകർഷകരുടെ വാദം. കാലിത്തീറ്റയുടെ വിലയിൽ ഗണ്യമായ വർധനവുണ്ടായി, പരിപാലന ചെലവ് വർദ്ധിച്ചു. ഈ സാഹചര്യത്തിലാണ് പാൽവിലയിൽ വർധനവ് വരുത്താൻ ഇടപെടൽ വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. പാൽവില വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2018, 2019, 2020, 2021 വർഷങ്ങളിലൊക്കെ കേരള സ്റ്റേറ്റ് മിൽക്ക് സൊസൈറ്റി അസോസിയേഷൻ 1 ലിറ്റർ പാലിന് 10 രൂപ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഗവൺമെൻറ് 4 രൂപ വർദ്ധിപ്പിച്ചു. 2020 പാൽവില വർദ്ധിപ്പിച്ചത്. അതിനുശേഷം അടിക്കടി ഉണ്ടാകുന്ന കാലിത്തീറ്റ വിലവർദ്ധനവും പശുവിന് കൊടുക്കുന്ന മരുന്നുകളുടെ വിലവർദ്ധനവും എല്ലാം ഓരോ ഘട്ടങ്ങളിലും വിലവർദ്ധനവ് മുമ്പോട്ട് പോകുമ്പോൾ ക്ഷീരകർഷകരെ സഹായിക്കുന്ന ഒരു പദ്ധതികളും നടപ്പിലാക്കുന്നില്ല. എന്ന് മാത്രമല്ല, ക്ഷീരകർഷകർ ലഭിച്ചുകൊണ്ടിരുന്ന പശു ചത്തുപോയ ഇൻഷുറൻസിനകത്ത് പശു ചത്തുപോയ കണ്ടിജൻസ് ഫണ്ടായി 15,000 തന്നുകൊണ്ടിരുന്നു. അതുപോലും 2018 ശേഷം ഇങ്ങോട്ട് എടുത്തിട്ടില്ല. 2018 ആ സാമ്പത്തിക വർഷം നൽകിയ കണ്ടിജൻസ് ഫണ്ട് അപേക്ഷ പോലും ഡയറി ഡിപ്പാർട്ട്മെൻറ്റിലെ ജില്ലാ ഓഫീസിൽ അതായത് DOമാരുടെ ഓഫീസിലേക്ക് തിരിച്ചയച്ച സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. 2018-19 സാമ്പത്തിക വർഷം നൽകിയ അതിനുശേഷം ഒരു കണ്ടിജൻസ് ഫണ്ടിൻ്റെ അപേക്ഷ മേടിക്കില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ പുതുതായിട്ട് കടന്നു വന്നിരിക്കുന്ന കന്നുകുട്ടി പരിപാലന പദ്ധതി, ഈ സാമ്പത്തിക വർഷം എല്ലാ പഞ്ചായത്തുകളും കന്നുകുട്ടി പരിപാലന പദ്ധതിക്ക് ഫണ്ട് മാറ്റിവെച്ചെങ്കിൽ പോലും പല ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശം എന്നുള്ളതുകൊണ്ട് ആ കന്നുകുട്ടി പരിപാലന പദ്ധതിയുടെ ഫണ്ട് അതാത് മൃഗസംരക്ഷണ വകുപ്പ് മാറ്റി വെച്ചിട്ട് ആ പൈസ ഇതുവരെ കർഷകർക്ക് കന്നുകുട്ടി പരിപാലന പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല. പാൽവില ശരിക്കും 1 ലിറ്റർ പാലിന് 10 രൂപ എങ്കിലും വർദ്ധിപ്പിച്ച് കർഷകരെ സഹായിക്കുകയും കാലിത്തീറ്റയുടെ വില 1550 എന്നുള്ളത് ആ കാലിത്തീറ്റ വില കുറച്ച് ഒരു 1000 രൂപ താഴെ കാലിത്തീറ്റ വില നൽകുന്ന സ്ഥിതി ഉണ്ടാവുകയും കർഷകർക്ക് ലഭ്യമാകുന്ന ആവശ്യാനുസൃതമായ മരുന്നുകൾ, പശുക്കൾക്കുണ്ടാകുന്ന രോഗങ്ങൾക്കുള്ള മരുന്നുകൾക്ക് ന്യായമായ വില കുറച്ചുകൊണ്ടും കർഷകരെ സഹായിക്കുന്ന സ്ഥിതി വിശേഷം ഉണ്ടാകണമെന്നാണ് കേരള സ്റ്റേറ്റ് മിൽക്ക് സൊസൈറ്റി അസോസിയേഷൻ പറയുന്നത്. പാൽവില വർദ്ധിപ്പിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി സമക്ഷത്തിൽ ചെല്ലുമ്പോൾ മന്ത്രി പറയുന്നത് കേവലം ഉപഭോക്താക്കൾ കൂടുതലും ഉൽപ്പാദകർ കുറവുമാണ് എന്നുള്ളത് കൊണ്ട് അത് ഗുണഭോക്താക്കളെ സംരക്ഷിക്കുന്ന ഒരു
സാഹചര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യവും പറഞ്ഞ് മന്ത്രിയുടെ ഓഫീസിലേക്ക് കടന്നു വരണ്ടായി എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ സമര പരിപാടികൾക്ക് കേരള സ്റ്റേറ്റ് മിൽക്ക് സൊസൈറ്റി അസോസിയേഷൻ, ഇടുക്കി ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും തീരുമാനമെടുത്തിട്ടുണ്ടെന്ന് കൂടി അറിയിച്ചു. ക്ഷീരമേഖലയിൽ മുമ്പ് കർഷകർക്ക് ലഭിച്ചിരുന്ന പല ആനുകൂല്യങ്ങളും വേണ്ടവിധം ലഭിക്കുന്നില്ലെന്ന ആക്ഷേപവും ക്ഷീര കർഷകർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ക്ഷീരമേഖലയെ പിടിച്ചു നിർത്തുവാൻ വേണ്ടുന്ന പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നില്ലെന്നും കാലിത്തീറ്റയുടെയും കാലികൾക്ക് നൽകേണ്ടി വരുന്ന മരുന്നിന്റെയും വില കുറയ്ക്കാൻ ഇടപെടലുണ്ടാകണമെന്ന ആവശ്യവും കർഷകർ മുമ്പോട്ട് വയ്ക്കുന്നു. പാൽവിലയിൽ 10 രൂപയുടെയെങ്കിലും വർധനവ് കാലാനുസൃതമായി വരുത്തിയാൽ മാത്രമേ ക്ഷീരമേഖല നിലനിന്ന് പോകുകയുള്ളൂ എന്നും കർഷകർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. അടിമാലി ഗ്രാമപഞ്ചായത്തിൽ അംഗൻവാടികൾക്കുള്ള വിവിധ ഉപകരണങ്ങളുടെ വിതരണം നടന്നു. അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മികച്ച അംഗൻവാടി ടീച്ചർക്കുള്ള അംഗീകാരം ലഭിച്ച റംല ടീച്ചർക്ക് ചടങ്ങിൽ അനുമോദനമൊരുക്കി. അടിമാലി ഗ്രാമപഞ്ചായത്ത് 2023-2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അംഗൻവാടികൾക്കുള്ള വിവിധ ഉപകരണങ്ങളുടെ വിതരണം നടത്തിയത്. വാർഷിക പദ്ധതിയിൽപ്പെടുത്തി പഞ്ചായത്ത് ഇതിനായി തുക മാറ്റിവെച്ചിരുന്നു. അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. 2023-2024 സാമ്പത്തിക വർഷത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് അംഗൻവാടികൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ICDSന്റെ കീഴിലുള്ള അംഗൻവാടികൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് തന്നെയാണ് ഈ പ്രാവശ്യത്തെ ഭരണസമിതി നമ്മൾ ഫണ്ട് മാറ്റിവെച്ചിരുന്നത്. 11 ലക്ഷത്തോളം രൂപ അംഗൻവാടികൾക്കായിട്ട് നമ്മൾ മാറ്റിവെച്ചിരുന്നു. അതിന് പ്രകാരം കണ്ടെയ്നർ, മറ്റ് അംഗൻവാടികൾക്ക് വേണ്ടിയുള്ള മറ്റു ഉപകരണങ്ങൾ നമുക്ക് നൽകാൻ സാധിച്ചു. അതുപോലെ തന്നെ നമുക്ക് 5 ലക്ഷം രൂപയോളം കമ്പ്യൂട്ടർ വാങ്ങുന്നതിന് വേണ്ടി ഇപ്പോൾ മാറ്റിവെച്ചു. അതിൽ 3 ലക്ഷം രൂപ നമുക്ക് ചിലവായിട്ടുണ്ട്. 5 കമ്പ്യൂട്ടറാണ് നമുക്ക് വാങ്ങാൻ സാധിച്ചത്. ഇനിയും തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ അംഗൻവാടികളെ മുൻതൂക്കം നൽകിക്കൊണ്ട് തന്നെ അടിമാലി ഗ്രാമപഞ്ചായത്തും മുമ്പോട്ട് പോകുന്നതായിരിക്കും. ഈ മികച്ച അംഗൻവാടി ടീച്ചർക്കുള്ള അംഗീകാരം ലഭിച്ച റംല ടീച്ചർക്ക് ചടങ്ങിൽ അനുമോദനമൊരുക്കി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥ പ്രതിനിധികൾ, ICDS ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി. കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മുണ്ടുനടയിലിന്റെ അധ്യക്ഷത വഹിച്ചു. കോതമംഗലം കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസി മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലേക്കണ്ടത്തിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ന്യൂമാൻ കോളേജ് മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ബിജിമോൾ തോമസ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മെറിറ്റ് ഡേ ആഘോഷങ്ങൾ സെന്റ് റീത്താസ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മുണ്ടുനടയിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രിൻസിപ്പൽ ലൂസി ജോർജ് സ്വാഗതം ആശംസിച്ചു. കോതമംഗലം കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസി മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലേക്കണ്ടത്തിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ന്യൂമാൻ കോളേജ് മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ബിജിമോൾ തോമസ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കഴിഞ്ഞ അധ്യയന വർഷം 10ാം ക്ലാസ്സിലും +2-ലും ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ഡോക്ടർ ബിജിമോൾ തോമസ് സമ്മാനദാനം നടത്തി. നീറ്റ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയ പൂർവ്വ വിദ്യാർത്ഥി മാധവ് സത്യനെ മൊമന്റോ നൽകി ആദരിച്ചു. വാർഡ് മെമ്പർ ദിവ്യ അനീഷ്, അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി ചെറുവള്ളിൽ, സ്റ്റാഫ് പ്രതിനിധികളായ ഫാദർ ആന്റണി ഓവേലിൽ, ബിന്ദുമോൾ ചാക്കോ, PTA പ്രസിഡന്റ് ജോബി ജോർജ് ഇടത്തിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. മാധവ് സത്യൻ, അർപ്പിത ബോസ്, ആൻസ്മരിയ ബിജു എന്നിവർ മറുപടി പ്രസംഗം നടത്തി. റിയോ ഷിനോയ്, വൈഗ ബി നായർ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോ മാത്യു നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. ആതുര സേവന രംഗത്ത് ലോകോത്തര ബ്രാൻഡായ ആസ്റ്റർ ഗ്രൂപ്പിന്റെ ആസ്റ്റർ ലാബ്സ് മുട്ടത്തും പ്രവർത്തനം തുടങ്ങി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് വിജു സി ശങ്കർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ മാത്യു ജോസഫ് തുടങ്ങി നിരവധി ആളുകൾ സന്നിഹിതരായിരുന്നു. മൂലമറ്റം റോഡിൽ മാർത്താ മറിയം പള്ളിക്ക് സമീപം ജൻ ഔഷധി ബിൽഡിംഗിലാണ് ആസ്റ്റർ ലാബ്സ് പ്രവർത്തിക്കുന്നത്. ഹോം കളക്ഷൻ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 7594046104. ഡിസൈൻ ചെയ്തത് നമ്മുടെ ഹോസ്പിറ്റൽ റേറ്റ്സ് ആയിരിക്കില്ല ഇവിടെ റേറ്റ്സ് വളരെ ചീപ്പാണ്. നിങ്ങൾ മെഡ് സിറ്റിയിൽ പോകുന്ന കസ്റ്റമേഴ്സാണ് ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റേറ്റ്സ് മനസ്സിലാവുന്നതായിരിക്കും. പിന്നെ ക്വാളിറ്റി, ഞങ്ങൾ റിപ്പോർട്ട്സ് എല്ലാം അനലൈസ് ചെയ്യുന്നത് ഫുള്ള് ഡോക്ടേഴ്സ് ആയിരിക്കും. 15 to 20 years എക്സ്പീരിയൻസുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും റിപ്പോർട്ട് വെരിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്യുന്നത്. ബാക്കി ലാബുകളിൽ അവിടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ തന്നെയായിരിക്കും അവിടെ പണിയെടുക്കുന്ന കുട്ടികളായിരിക്കും റിസൾട്ട് അപ്രൂവ് ചെയ്ത് വിടുന്നത്. അപ്പം
ഇവിടെ അങ്ങനെ ആയിരിക്കില്ല. ടെക്നീഷ്യൻസിന് സാമ്പിൾ റൺ ചെയ്യാനുള്ളത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. സാമ്പിൾ വെരിഫൈ ചെയ്യുന്നത്, അപ്രൂവ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മുടെ ഡോക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ അതിനുള്ള ഒരു ക്വാളിറ്റി ഓഫ് സ്റ്റാൻഡേർഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഈ ലാബുകളിൽ നമ്മൾ ശനി ഞായറിൽ ഷുഗറും കൊളസ്ട്രോൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഓഫറിൻ്റെ ഭാഗമായിട്ട് ഒരു 70 ടെസ്റ്റ് വരുന്നത് വെറും 599 രൂപയ്ക്ക് നമുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോർമലി അത് 1000 രൂപയാണ് ഹെൽത്ത് പാക്കേജിൻ്റെ കോസ്റ്റ്. സോ നിങ്ങൾക്ക് അത് ഇവിടെ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പം ഇതൊരു ഹെൽത്ത് സെൻ്ററായിട്ട് നിങ്ങൾ കരുതണം. ഇത് ലാബല്ല. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട്, ഒരു 6 മാസത്തിൽ കൂടുമ്പോൾ നിങ്ങളുടെ ഫാമിലീസും ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഈ ലാബ് പ്രയോജനപ്പെടും. താങ്ക് യു. കൃത്യതയോടുകൂടി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ. അതുപോലെ തന്നെ ഇവിടെ വന്നു പോകുന്ന ആളുകളോടുള്ള പെരുമാറ്റ രീതികളും ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധ സ്നേഹ ബഹുമാനങ്ങളും മുട്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ വകയെ അറിയിച്ചുകൊണ്ട് ഞാൻ വളരെ കൃത്യതയാർന്ന റിപ്പോർട്ടുകളിലൂടെയാണ്. കാര്യം ഒത്തിരി ലാബുകളുണ്ട് എങ്കിൽ പോലും പല റിസൾട്ടിനും ഇന്ന് നമുക്ക് തൊടുപുഴയെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം മുട്ടത്തെ സംബന്ധിച്ച് നിലവിലുണ്ട്. അതിനെല്ലാം മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ആപ്റ്റന്റെ ഒരു ശൃംഖല നമ്മുടെ മുട്ടത്തിൽ കൂടി തുടങ്ങിയതിൽ അതിയായി സന്തോഷിക്കുന്നു. ഏറ്റവും നല്ല സേവനം നിങ്ങൾക്ക് നടത്താൻ സാധിക്കട്ടെ. അതിന് മുട്ട മർച്ചന്റ് അസോസിയേഷന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്. വരമാംഗല്യം ചന്ദ്രമുഖി വധുവായി നീ സ്വർണ്ണമയി ശുഭമീ ബന്ധം ധന്യരാഗം Maharani Wedding Collections, the classic bridal world. വിദേശ പഠനത്തിനായി ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് PTE ട്രെയിനിങ് ഫ്രം മെന്റർ അക്കാഡമി. അക്കാഡമിയിൽ നിന്ന് തന്ന ടെക്നിക്സും സ്ട്രാറ്റജീസും ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഇവിടുത്തെ റിയൽ ടൈം ടെസ്റ്റ് പ്രാക്ടീസസും കൊണ്ട് എനിക്ക് എൻ്റെ സ്കോർ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റി. എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ്. വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ്. അതായത് ഒരു ഇൻ്റർവ്യൂയുടെ മുന്നിൽ ഇരുന്ന് നെർവസ് ആകണ്ട. എല്ലാം സിമ്പിൾ ആൻഡ് ഈസി ടു ഹാൻഡിൽ. പിന്നെ റിസൾട്ടിനായി കാത്തിരിക്കുകയും വേണ്ട. വെറും 48 മണിക്കൂറിൽ റിസൾട്ട് നിങ്ങളുടെ കയ്യിൽ. സ്വിഫ്റ്റ് ആൻഡ് റെഡി ടു മൂവ്. ലാസ്റ്റ് വീക്ക് പ്രിപ്പറേഷൻസ് എനിക്ക് എക്സാമിന് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ലൈക്ക് ഡെയിലി ഉള്ള മോക്ക് ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് എക്സാമിന് എന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ടൈം മാനേജ്മെന്റിനും അതുപോലെ തന്നെ ടെൻഷൻ ഫ്രീ ആയിട്ട് എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു. എല്ലാം ട്രാൻസ്പാരന്റ്, വിശ്വസ്തം. കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കോ ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ടൂർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും ഉയർന്ന വില ലഭിക്കുന്നു. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജ്വല്ലേഴ്സിന്റെ 916 സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ പുത്തൻ കളക്ഷൻസുമായി ജേക്കോ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ജേക്കോ ജ്വൽസ് തൊടുപുഴ. ആറ്റ്ലസ് ഷോറൂമുകളിൽ ഇംപെക്സ് മെഗാ ഡിസ്കൗണ്ട് മേള. ഹോട്ട് കിച്ചൺ നിറയ്ക്കാം കൂൾ ഓഫേഴ്സിലൂടെ. അതുകൂടാതെ അറ്റ്ലസിൽ നിന്നും ഇംപെക്സ് കിച്ചൺ അപ്ലയൻസസ് വാങ്ങുമ്പോൾ 60% വരെ ഡിസ്കൗണ്ട്.
1490 രൂപ വിലയുള്ള ഇംപെക്സ് ഇലക്ട്രിക് കെറ്റിൽ വെറും 499 രൂപ മാത്രം. 1890 രൂപ വിലയുള്ള 2 പീസ് ഇംപെക്സ് നോൺ സ്റ്റിക് സെറ്റിന് വെറും 649 രൂപ മാത്രം. 3500 രൂപ വിലയുള്ള ഇംപെക്സ് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റവിന് വെറും 1699 രൂപ മാത്രം. 4290 രൂപയുടെ മിക്സർ ഗ്രൈൻഡറിന് 1999 രൂപ മാത്രം. 4500 രൂപയുടെ 3 പീസ് പ്രഷർ കുക്കർ സെറ്റിന് വെറും 2250 രൂപ മാത്രം. കൂടാതെ ഗ്ലാസ് വെയറുകൾ, പുഷ് ചോപ്പർ, നോൺ സ്റ്റിക് പാനുകൾ, മിൽക്ക് പാനുകൾ, പ്രഷർ കുക്കറുകൾ, എയർ ഫ്രയർ തുടങ്ങി എല്ലാ ഇംപെക്സ് പ്രോഡക്റ്റുകൾക്കും 60% വരെ ഡിസ്കൗണ്ട് അറ്റ്ലസിൽ നിന്നും നേടാം. കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് നിരവധി സമ്മാനങ്ങൾ. 1ാം സമ്മാനം LED TV, 2ാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ, 3ാം സമ്മാനം കുക്കറും കുക്ക്വെയർ സെറ്റും. അടുക്കളയിലേക്ക് ഇനി അധികം വാങ്ങാം ആദായ വിലയിൽ. ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നാളെ പാല് കാച്ച്. ഡോർ ഫിറ്റിംഗ്സ് നല്ലതല്ലെങ്കിൽ ഇങ്ങനെയാണ്. സ്റ്റൈലിനൊപ്പം ക്വാളിറ്റിയുമുള്ള ഡോർ ഫിറ്റിംഗ്സിന് വേണം Door Care, the complete door hardware technology with more than 18 international brands. Door Care, Vengalur Bypass, Todupura, a division of Global Spec, Middle East. കോതമംഗലം രൂപതയുടെ കീഴിൽ 2001 വാഴക്കുളം ആസ്ഥാനമായി സ്ഥാപിതമായ വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ മുൻനിരയിൽ നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈനിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ ബിടെക് കോഴ്സുകളും ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി എന്ന 4 വർഷത്തെ ഡിഗ്രി കോഴ്സും MBA, MTech ഉൾപ്പെടെ 4 പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകളുമാണ് നിലവിൽ വിശ്വജ്യോതിയിൽ ഉള്ളത്. എന്താ മോളെ ചെയ്യുക? കുറച്ച് സ്വർണം ചിട്ടി കൂടി അച്ഛൻ വാങ്ങിയതാ. അതാണെങ്കിൽ പ്രൈവറ്റ് ബാങ്കിൽ. അതോർത്ത് ഇനി അച്ഛൻ വിഷമിക്കണ്ട. എന്റെ പഠിത്ത കാര്യത്തിനല്ലേ, ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. ചേട്ടൻ വിഷമിക്കണ്ട, അതിനൊരു മാർഗമുണ്ട്. പണയത്തിയിരിക്കുന്ന സ്വർണം തിരിച്ചെടുക്കുന്നതിനും അതിന് മറ്റാരും നൽകാത്ത വില നൽകുന്നതുമായ ഒരു സ്ഥാപനമുണ്ട്. അതേത് സ്ഥാപനമാണ്? അച്ചായൻസ് ഗോൾഡ്. കേരളത്തിൽ 22ഓളം ബ്രാഞ്ചുകളുള്ള ഏക സ്ഥാപനം. കോട്ടയം, എറണാകുളം, ആലപ്പുഴ, ഇടുക്കി. സയൻസ് ഒരു സംഭവല്ലേ അച്ഛാ? സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചായൻസ് തന്നെ. അച്ചായൻസ് ഗോൾഡിൽ NRI ഉത്സവ്. വിദേശ പഠനം, ജോലി തുടങ്ങിയ ആവശ്യങ്ങൾക്കായി സ്വർണം വിൽക്കുമ്പോൾ ബ്രാൻഡഡ് ട്രോളി ബാഗ് സമ്മാനം. നിങ്ങളുടെ സ്വർണത്തിന് ഞങ്ങൾ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം ഏറ്റവും ഉയർന്ന വിലയ്ക്ക് വിൽക്കുവാൻ സഹായിക്കുന്നു. 18 വർഷത്തെ സേവന പാരമ്പര്യം. മധ്യ തിരുവിതാംകൂറിൽ മാത്രമായി 20 ഷോറൂമുകൾ. അച്ചായൻസ് ഗോൾഡ്. കോട്ടയം, എറണാകുളം, ആലപ്പുഴ, ഇടുക്കി. കണ്ടില്ലേ, കാഴ്ചകൾ പലത്, ആവശ്യങ്ങൾ പലത്. എന്നും നിങ്ങൾക്ക് താങ്ങായി റിലയന്റ് ക്രെഡിറ്റ്സ്. പണയം വെക്കുന്നത് സ്വർണമാണ്, അഭിമാനമല്ല. വിദേശത്ത് നഴ്സിംഗ് ജോലി നേടണമെങ്കിൽ OET വേണം. OET സ്കോർ നേടണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യമായി OET ടെസ്റ്റിനെ പറ്റി ആഴത്തിലറിവുള്ള ഒരു മെന്റർ വേണം. തുടർച്ചയായ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് ഏകദേശ സ്കോർ ഉറപ്പാക്കണം. പെട്ടെന്ന് സ്കോർ ഉറപ്പാക്കാൻ അഡ്വാൻസ്ഡ് OET ടിപ്സ് ആൻഡ് ടെക്നിക്സ്. ഇതെല്ലാം ഇപ്പോ ഇത് എവിടെ നിന്ന് കിട്ടാനാ? സിമ്പിൾ. കോതമംഗലത്തെ മെന്റർ അക്കാഡമിയിൽ നിന്ന്. നമ്മുടെ വീക്ക് പോയിന്റ്സ് എന്താണെന്ന് നമുക്ക് അവർ ഇൻഡിവിജ്വലി അവർ പറഞ്ഞു തരും. നമ്മൾ അതായിരിക്കും നെക്സ്റ്റ് ഡേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമുക്ക് റൈറ്റിങ്ങിനായാലും സ്പീക്കിങ്ങിനായാലും നമ്മുടെ അടുത്ത് തന്നെ ഇരുന്ന് അവർ കറക്ഷൻസ് തരും. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282.
പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് ഉടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. Celebrating 100 years of Pulimuttal Silks. St. George College Muarakulam offers UG Honor program in 2 different disciplines, English and Commerce. The BCom Honor program offers 3 streams to choose from: Finance and Taxation and Accounting, Logistic Management and Accounting, Corporation and Accounting. Opportunity for interested students to pursue professional courses like CMA, ACCA and CA along with their life degree studies is also available. The BA English Honor program is designed to teach the learners the nuances of English language and thereby prepare them for future careers at home and abroad. The institution also offers IELTS coaching and career skills training program to give its students an edge in the job market. St. George College Muarakulam. വാർത്തകൾ തുടരുന്നു. പ്ലൈവുഡ് കമ്പനി വരുന്നതിനെതിരെ അടിവാട് ടൗണിൽ യൂത്ത് കോൺഗ്രസ് സായാഹ്ന ധർണ നടത്തി. യൂത്ത് കോൺഗ്രസ് പല്ലാരിമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സായാഹ്ന ധർണ പോത്താനിക്കാട് ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് ബോബൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് പല്ലാരിമംഗലം മണ്ഡലം പ്രസിഡന്റ് അനസ് മീരാൻ അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതിക്കും ജനജീവിതത്തിനും ഭീഷണിയാവുന്ന പ്ലൈവുഡ് കമ്പനി ജനവാസ മേഖലയിൽ വരുന്നതിനെതിരെയായിരുന്നു അടിവാട് ടൗണിൽ യൂത്ത് കോൺഗ്രസ് സായാഹ്ന ധർണ നടത്തിയത്. യൂത്ത് കോൺഗ്രസ് പല്ലാരിമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സായാഹ്ന ധർണ പോത്താനിക്കാട് ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് ബോബൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അടിവാട് ടൗണിൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ചുമ്മാ നിങ്ങളൊന്ന് ചിന്തിച്ച് ഈ കമ്പനി വരുന്നതിന് ശേഷം ഉണ്ടാകുന്ന ഒരവസ്ഥ അനുസരിച്ച് ഇപ്പം തന്നെ നമ്മുടെ ഒരു സാമൂഹിക വ്യവസ്ഥയ്ക്ക് ഒരു ചെറിയ മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പ്രദേശത്ത്, മറ്റുള്ള മേഖലകളിൽ ഇല്ലാത്ത തരത്തിൽ. കാരണം നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, നമ്മുടെ സാമൂഹിക വ്യവസ്ഥ അനുസരിച്ച് ഇപ്പോൾ കോലഞ്ചേരിയിൽ പോയി ജോലി ചെയ്യുന്നയാളും മൂവാറ്റുപുഴ പോയി ജോലി ചെയ്യുന്നയാളും പെരുമ്പാവൂർ പോയി ജോലി ചെയ്യുന്നയാളും ഒക്കെ വൈകിട്ട് ഇങ്ങോട്ടാണ് വരുന്നത്. ഈ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ നമ്മുടെ പ്രദേശത്താണ് വരുന്നത്. ഈ മേഖലയിലൊക്കെ വ്യാപകമായി താമസിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഈ പ്രൈവറ്റ് കമ്പനികളിലൊക്കെ വരുന്ന മിക്കവാറും തൊഴിലാളികൾ വലിയ ക്രിമിനൽസുകളാണ്. യാതൊരു രേഖയും അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഇല്ല. യൂത്ത് കോൺഗ്രസ് പല്ലാരിമംഗലം മണ്ഡലം പ്രസിഡന്റ് അനസ് മീരാൻ അധ്യക്ഷനായി. യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അമീൻ TM മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് പല്ലാരിമംഗലം മണ്ഡലം പ്രസിഡന്റ് KM അബ്ബാസ്, കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ അഷറഫ് KK, KE കാസിം, PM സിദ്ദിഖ്, ഷാഫി MB, ഷൗക്കത്ത് അലി MB, മാഹുൽ MA, അറഫൽ TS, അജു MB, മാഹിൻ കാസിം, അനിസ് റഹ്മാൻ, ആദിൽ ജെൻസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തും ഹൊറൈസൺ ഗ്രൂപ്പും സംയുക്തമായി 10ാം ക്ലാസ്സിലും +2ലും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ഇതോടൊപ്പം പഞ്ചായത്തിലെ സ്കൂൾ അംഗൻവാടികളുടെ നവീകരണ ഉദ്ഘാടനവും നടത്തി. സമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തും ഹൊറൈസൺ ഗ്രൂപ്പും സംയുക്തമായി 10ാം ക്ലാസ്സിലും +2ലും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ഇതോടൊപ്പം പഞ്ചായത്തിലെ സ്കൂൾ അംഗൻവാടികളുടെ നവീകരണ ഉദ്ഘാടനവും നടത്തി. സമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. സ്കൂളുകൾക്കായി 14 ലാപ്ടോപ്പുകളും നൽകി. കല്ലൂർക്കാട് കാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഹൊറൈസൺ ഗ്രൂപ്പ് MD എബിൻ S കണ്ണിക്കാട്ട്, കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് ബേബി, മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡെൽസി ലൂക്കാച്ചൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ GB AK, മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ, ഷിവാഗോ തോമസ്, വാർഡ് മെമ്പർമാരായ സുമിത സാബു, ജോർജ് ഫ്രാൻസിസ് തെക്കേക്കര, ലാലിസ് ടൈബി, അനിൽ K മോഹനൻ, സീമോൾ, ഷൈനി ജെയിംസ്, ബാബു മനക്കപ്പറമ്പിൽ, പ്രേമലത, കല്ലൂർക്കാട് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സിബി കൊന്താലം എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കല്ലൂർക്കാട്. അടിമാലി ഗ്രാമപഞ്ചായത്തിൽ ശ്രവണ വൈകല്യമുള്ള ആളുകൾക്ക് ശ്രവണ സഹായികൾ വിതരണം ചെയ്തു. ചടങ്ങിൽ ഓർത്തോ ഉപകരണങ്ങളുടെ വിതരണവും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു.
അടിമാലി ഗ്രാമപഞ്ചായത്ത് 2023-2024 സാമ്പത്തിക വർഷത്തിൽ ഭിന്നശേഷിക്കുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി 9 ലക്ഷത്തോളം രൂപ വകയിരുത്തിയിരുന്നു. ഇതിൽ 1,36,000 രൂപയോളം ചിലവഴിച്ചാണ് ശ്രവണ സഹായികൾ വാങ്ങിയത്. പഞ്ചായത്തിൽ ശ്രവണ വൈകല്യമുള്ള ആളുകൾക്കായി ഈ ശ്രവണ സഹായികൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അടിമാലി ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. 9 ലക്ഷം രൂപ നമ്മൾ വകവരുത്തിയിരുന്നു. അതിൽ ഓർത്തോയ്ക്കായിട്ടും ഭിന്നശേഷിക്കാർക്കായിട്ട് ഉപകരണം വാങ്ങുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഫണ്ട് മാറ്റി വെച്ചിരുന്നത്. അപ്പോൾ ഈ യോഗത്തിൽ എല്ലാവരുടെ അനുഭവത്തോടു കൂടി ഈ ഭിന്നശേഷി ഉപകരണങ്ങൾ വിതരണം ചെയ്തതായി പ്രഖ്യാപിക്കും. ചടങ്ങിൽ ഓർത്തോ ഉപകരണങ്ങളുടെ വിതരണവും നടന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ, ICDS പ്രവർത്തകർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി. ഒരു ചാൺ വയറിനു വേണ്ടി ഒരു കുടുംബം തെരുവിൽ നടത്തുന്ന അഭ്യാസങ്ങൾ കാണുക. ലോക നിലവാരത്തിൽ നമ്മുടെ രാജ്യം വളർന്നു എന്ന് പറയുമ്പോഴും ഇത്തരം കാഴ്ചകൾ രാജ്യത്തെങ്ങും ഇപ്പോഴും കാണുവാൻ കഴിയും. എല്ലാ ഭരണാധികാരികളും പാവങ്ങളെ മുൻനിരയിലെത്തിക്കുമെന്ന വാഗ്ദാനമാണ് പതിറ്റാണ്ടുകളായി നൽകി വരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രളയത്തിന്റെ പേരിലും ലൈഫ് പദ്ധതിയുടെ പേരിലും സർക്കാരിൽ നിന്ന് ലഭിച്ച വീടുകളിൽ ആൾതാമസമില്ല. പ്രളയക്കെടുതിയിൽ ലഭ്യമായ വീട് 20 ലക്ഷത്തിന് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. പഴയരിക്കണ്ടം സാശ്രയ കർഷക സമിതിയുടെ 14ാമത് വാർഷിക പൊതുയോഗം VFPCK ജില്ലാ മാനേജർ A സുൾഫിക്കർ ഉദ്ഘാടനം ചെയ്തു. കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസസ് സർവകലാശാലയുടെ സ്ഥാപിത ദിനാഘോഷം വാഗമൺ കോലാഹലമേട് ക്യാമ്പസിൽ 15-ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയും സർവകലാശാല പ്രോ ചാൻസലറുമായ J ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. ഉൽപാദന ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ പാൽവില വർദ്ധിപ്പിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യം. നിലവിൽ 3 വർഷങ്ങൾക്ക് മുമ്പാണ് പാൽവിലയിൽ വർധനവുണ്ടായത്. അടിമാലി ഗ്രാമപഞ്ചായത്തിൽ അംഗൻവാടികൾക്കുള്ള വിവിധ ഉപകരണങ്ങളുടെ വിതരണം നടന്നു. അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.